നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2025 ജൂൺ മാസം 27-ാം തീയതി വെള്ളിയാഴ്ച. അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. ഇന്ന് എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. ശനിയാഴ്ച പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിലും ശക്തമായ മഴ കണക്കിലെടുത്തുകൊണ്ട് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞായറാഴ്ച പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിലുമാണ് മഴ മുന്നറിയിപ്പുള്ളത്. അപകടകരമായിട്ടുള്ള രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വിവിധ നദികളിൽ യാതൊരു കാരണവശാലും ഇറങ്ങാനോ അതോടൊപ്പം തന്നെ നദി മുറിച്ചു കടക്കാനോ പാടില്ല. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. SSLC മുതൽ BTech വരെ യോഗ്യതയുള്ളവർക്ക് അവസരങ്ങളുടെ വാതിൽ തുറന്നുകൊണ്ട് പ്രയുക്തി തൊഴിൽ മേള നടക്കുകയാണ്. എറണാകുളം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനോട് അനുബന്ധിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെൻറ്ററും കുറുപ്പംപടി സെൻറ്റ് കുര്യാക്കോസ് കോളേജും സംയുക്തമായി പ്രയുക്തി 2025 തൊഴിൽ മേള ജൂൺ 28-ാം തീയതി ശനിയാഴ്ച കുറുപ്പംപടി സെൻറ്റ് കുര്യാക്കോസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുകയാണ്. SSLC, +2, ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേറ്റ്, ITI, ഡിപ്ലോമ, BTech തുടങ്ങിയ യോഗ്യതകളുള്ള വിദ്യാർത്ഥികൾക്ക് ഈ തൊഴിൽ മേളയിൽ പങ്കെടുക്കാൻ സാധിക്കും. സ്വകാര്യ മേഖലയിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള 20-ലധികം പ്രമുഖ ഉദ്യോഗദാതാക്കൾ പങ്കെടുക്കുന്ന ഈ മേളയിൽ 500-ലധികം ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതാണ്. സംസ്ഥാന സർക്കാരിൻ്റെ നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസ് വകുപ്പിൻ്റെ സൗജന്യ സേവനമായിട്ടുള്ള ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുവാൻ ഉദ്യോഗാർത്ഥികൾ എറണാകുളം എംപ്ലോയബിലിറ്റി സെൻറ്ററിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള www.empekm.in എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കണം. രാവിലെ 9:30 നിങ്ങളുടെ ബയോഡേറ്റ, സർട്ടിഫിക്കറ്റുകൾ, ജോബ് ഫെസ്റ്റ് രജിസ്ട്രേഷനിൽ നിന്ന് ലഭിച്ച അഡ്മിഷൻ സ്ലിപ്പ് എന്നിവയുമായിട്ട് ഹാജരാകണം. ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്തവർക്ക് ജോബ് ഫെസ്റ്റ് നടക്കുന്ന ദിവസം നേരിട്ട് ഹാജരായി രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് എറണാകുളം എംപ്ലോയബിലിറ്റി സെൻറ്ററുമായിട്ട് ബന്ധപ്പെടുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ ജൂലൈ 7-ന് പണിമുടക്കും. പെർമിറ്റ് പുതുക്കൽ, കൺസെഷൻ ടിക്കറ്റ് നിരക്ക് വർധന ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബസ് ഉടമകളുടെ സമരം. ആവശ്യങ്ങളിൽ ഉചിതമായിട്ടുള്ള തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ജൂലൈ 22 മുതൽ അനിശ്ചിതകാല സമരം നടത്താനാണ് തീരുമാനമെന്ന് ബസ് ഉടമ സംയുക്ത സമര ഭാരവാഹികൾ ഇപ്പോൾ തൃശ്ശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് റേഷൻ വിതരണം ജൂൺ മാസത്തെ അവസാനിക്കാൻ ഇനി കേവലം 3 ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അതോടൊപ്പം തന്നെ റേഷൻ കാർഡുകൾ, അത് BPL റേഷൻ കാർഡുകളിലേക്ക് ആക്കുന്നതിനുള്ള അപേക്ഷകളും അവസാനിക്കാറായിട്ടുണ്ട്. വരുന്ന 3 ദിവസത്തിനുള്ളിൽ ക്രമീകരണങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആനുകൂല്യങ്ങൾ യാതൊരു മുടക്കവും കൂടാതെ വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മാസം മുതൽ മണ്ണെണ്ണയുടെ വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഭാഗികമായിട്ടുള്ള വിതരണമാണ് ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങുക. മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്ററും ബാക്കിയുള്ള റേഷൻ കാർഡിന് വൈദ്യുതീകരിച്ച വീടുള്ളതിന് 1/2 ലിറ്ററാണ് ലഭിക്കുന്നത്. അതുപോലെ വൈദ്യുതീകരിക്കാത്ത വീടിനാണെങ്കിൽ ഏത് റേഷൻ കാർഡ് ആയാലും 6 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിച്ചതോടുകൂടി അക്ഷയ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം മസ്റ്ററിങ്ങിന് പോയ ആളുകൾക്ക് സെർവർ തകരാറിനെ തുടർന്ന് മസ്റ്ററിംഗ് ചെയ്യാൻ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. ഏറെക്കുറെ സ്ഥലങ്ങളിലും മസ്റ്ററിംഗ് നടപടികൾ ബുധനാഴ്ച രാവിലെ തന്നെ ആരംഭിക്കുമെന്നായിരുന്നു ആദ്യ അറിയിപ്പ് വന്നിരുന്നത്. ഇതനുസരിച്ച് മസ്റ്ററിംഗ് ചെയ്യുന്നതിനായിട്ട് പെൻഷൻ ഗുണഭോക്താക്കൾ രാവിലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ എത്തിയിരുന്നു. എന്നാൽ രാവിലെ 11 മണിക്കാണ് മസ്റ്ററിംഗ് ആരംഭിച്ചത്. 11 മണിക്കാണ് ആരംഭിക്കുക എന്ന് ചൊവ്വാഴ്ച വൈകിട്ടോടുകൂടിയാണ് അക്ഷയ കേന്ദ്രങ്ങൾക്ക് അറിയിപ്പ് ലഭിച്ചിരുന്നത്. മസ്റ്ററിംഗ് ആരംഭിച്ച് നിമിഷങ്ങൾ കഴിയും മുൻപ് തന്നെ സൈറ്റ് കിട്ടാത്ത അവസ്ഥയുമുണ്ടായി. ഓഗസ്റ്റ് 25 വരെയാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത്. 100 കണക്കിന് പെൻഷൻ ഗുണഭോക്താക്കൾ ബുധനാഴ്ച അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്റ്ററിംഗ് ചെയ്യാനാവാതെ മടങ്ങുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ പെൻഷൻ മസ്റ്ററിംഗ് ബുധനാഴ്ച ആരംഭിച്ചതോടുകൂടി അക്ഷയ കേന്ദ്രങ്ങളും ഇപ്പോൾ ബുദ്ധിമുട്ടിലായിട്ടുണ്ട്. മസ്റ്ററിങ്ങിന് ഉപയോഗിക്കുന്ന ബയോമെട്രിക് ഉപകരണത്തിൽ വന്ന മാറ്റമാണ് അക്ഷയ സംരംഭകരെ ഇപ്പോൾ വലയ്ക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ നിലവിലുണ്ടായിരുന്ന L സീരീസിലുള്ള ബയോമെട്രിക് ഉപകരണങ്ങൾക്ക് പകരം പുതിയ രീതിയിലുള്ള L1 ഡിവൈസുകൾ നിർബന്ധമാക്കിയതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമായത്. പുതിയ ഉപകരണത്തിൻ്റെ ലഭ്യതക്കുറവ് കാരണം ഉയർന്ന വിലയാണ് നൽകേണ്ടത്. ഏകദേശം 4000-ഓളം രൂപയാണ് ഇതിന് വേണ്ടി വരുന്നത്. അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തുന്ന ഗുണഭോക്താക്കളുടെ എണ്ണത്തിനനുസരിച്ച് 4-5 ഉപകരണങ്ങൾ ഒരു അക്ഷയ കേന്ദ്രത്തിന് വേണ്ടി വരും.
കണ്ണിനും വിരലടയാളത്തിനും പ്രത്യേകം ഉപകരണങ്ങൾ വേണ്ടി വരുന്നതോടുകൂടി വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഇത് അക്ഷയ സംരംഭകർക്ക് ഉണ്ടാകുന്നത്. പല അക്ഷയ കേന്ദ്രങ്ങളിലും പുതിയ യന്ത്രങ്ങൾ ഇതുവരെ ലഭ്യമാകാത്തതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ മസ്റ്ററിംഗ് നടപടികൾ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മസ്റ്ററിങ്ങിന് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന അക്ഷയ സെൻറ്ററിൽ മസ്റ്ററിംഗ് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായി ഫോൺ വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം മാത്രം പോവുക. ഇല്ല എങ്കിൽ മടങ്ങിപ്പോരേണ്ട സാഹചര്യം പോലും ഉണ്ടാകുമെന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ കിട്ടിയ വാർത്ത, കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, വയനാട്, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. പാലക്കാട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള കോളേജുകൾക്ക് ഈ അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല. ഇടുക്കിയിലും വയനാട്ടിലും റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ല. മലപ്പുറത്ത് നിലമ്പൂർ താലൂക്കിലെ സ്കൂളുകൾക്കും അംഗനവാടികൾക്കും മദ്രസകൾക്കും ഇന്ന് അവധിയാണ്. ആലപ്പുഴ ജില്ലയിൽ ചേർത്തല, കുട്ടനാട് താലൂക്കുകളിലും കണ്ണൂരിൽ ഇരിട്ടി താലൂക്കിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. വയനാട് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ DR മേഘശ്രീ അവധി പ്രഖ്യാപിച്ചു. എറണാകുളം ജില്ലയിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വെള്ളിയാഴ്ച അവധിയായിരിക്കും. അംഗനവാടികൾക്കും ട്യൂഷൻ സെൻ്ററുകൾക്കും അവധി ബാധകമാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള 3 ദിവസത്തിനിടെ ഇടിവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ജൂൺ 26-ന് വ്യാഴാഴ്ച 22-കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് 9,070 രൂപയിലും പവന് 72,560 രൂപയിലുമാണ് വ്യാപാരം നടന്നത്. ബുധനാഴ്ച 22-കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 9,070 രൂപയിലും പവന് 200 രൂപ കുറഞ്ഞ് 72,560 രൂപയിലുമായിരുന്നു വ്യാപാരം പുരോഗമിച്ചത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക.